ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഉച്ച സമയത്ത് കടയുടെ ഉടമ ഹോട്ടലിൽ ഇല്ലായിരുന്നു. പകരം എല്ലാം നിയന്ത്രിക്കുന്നത് മറ്റു ജോലിക്കാരാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കടയുടമ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണെന്നറിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. അപ്പോൾ ഹോട്ടലിന്റെ ഉടമക്കറിയാം താൻ വിളമ്പി കൊടുക്കുന്നത് കഴിക്കാൻ കൊള്ളുന്ന ഭക്ഷണമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തു കൊടുത്താലും തങ്ങൾ നല്ലത് കഴിക്കണം എന്ന വാശി അവർക്കുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ സ്കൂളിൽ, അതായത് മിക്ക ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും അവസ്ഥ ഇതാണ്. ഞാൻ പറയുന്നത് 100% സത്യമാണ്. ഏകദേശം 75% ഗവൺമെന്റ് അധ്യാപകരുടെയും മക്കൾ പഠിക്കുന്നത് പ്രൈവറ്റ് CBSE സിലബസിലുള്ള അല്ലെങ്കിൽ ICSE സിലബസുകളിലുള്ള സ്കൂളുകളിലാണ്. അവർ മക്കളെ നല്ല ഫീസ് കൊടുത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നു. ഇനി നമ്മുടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും MP-മാരുടെയും അവസ്ഥയും മറ്റൊന്നല്ല. പാവങ്ങളായ സാധാരണക്കാർക്ക് നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ് സിലബസ് നൽകി സ്വന്തം മക്കളെ നല്ല ലോക നിലവാരമുള്ള കലാലയങ്ങളിൽ, അങ്ങനെയുള്ള സ്കൂളുകളിൽ പറഞ്ഞേക്കുകയാണ് അവരെല്ലാം ചെയ്യുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിഡ്ഢികളാക്കലാണ്. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ മതി, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്നർത്ഥം. നമുക്കറിയാം, ഇന്ന് ഉന്നത പഠനങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ സ്കൂളുകളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നേടണം. ലോകത്തെ ഏറ്റവും നിലവാരമുള്ള സിലബസുകളൊന്നും ഇന്ത്യയിൽ ഇല്ലെങ്കിലും അത്തരം ലോക നിലവാരമുള്ള സിലബസുകളോട് അല്പമെങ്കിലും ഒരു നിലക്കെങ്കിലും കിടപിടിക്കുന്നത് നമ്മുടെ ICSE, CBSE പോലെയുള്ള കേന്ദ്ര സിലബസുകളാണ്. ഈ വർഷം ഏകദേശം 60,000-ഓളം വിദ്യാർത്ഥികൾ CBSE സിലബസിൽ കേരളീയർ സ്കൂൾ പരീക്ഷ എഴുതി, അതായത് 10th ക്ലാസിന്റെ എക്സാം എഴുതി. അതുപോലെ ഏകദേശം 40,000-ഓളം വിദ്യാർത്ഥികൾ CBSE സിലബസിൽ ഹയർ സെക്കൻഡറിയും എഴുതി. അപ്പോൾ ഏകദേശം 1,50,000-ഓളം മലയാളികൾ ഇത്തരം കേന്ദ്ര സിലബസിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റിന്റെ സിലബസ് ഉണ്ടായിട്ടും അത് വേണ്ടാത്തവരാണ്. അതിനൊരു കാരണവുമുണ്ട്. അതായത് ഉയർന്ന പഠനങ്ങൾക്കുള്ള പ്രവേശന പരീക്ഷകൾ നമ്മുടെ ഐസറുകളാകട്ടെ, IIT-കളാകട്ടെ, NIT-കളാകട്ടെ, എയിംസ് ആകട്ടെ, അങ്ങനെയുള്ള മുൻനിര എൻട്രൻസ് പരീക്ഷകളെല്ലാം തന്നെ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ കേന്ദ്ര സിലബസ് ആവുന്ന CBSE-യെ അടിസ്ഥാനമാക്കിയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് CBSE സിലബസിലോ അല്ലെങ്കിൽ തത്തുല്യമായ ICSE സിലബസിലോ പഠിച്ചവർക്കാണ് കൂടുതലും റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യമാകുന്നത്. ഈ വസ്തുത തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അധ്യാപകരുമൊക്കെ സ്വന്തം മക്കളെ CBSE-യുടെയോ അല്ലെങ്കിൽ ICSE-യുടെയോ സ്വകാര്യ സ്കൂളിലേക്ക് അയച്ച് അന്യന്റെ മക്കളെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് ശമ്പളം വാങ്ങി ജീവിക്കുന്നത്. അതായത് സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്തതാണ് അന്യന്റെ മക്കൾക്ക് കൊടുത്ത് അതുകൊണ്ട് കാശ് വാങ്ങി ഉപജീവനം കഴിക്കുന്നത്. ഈ അധ്യാപനത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടാകും എന്ന് ഒന്ന് അന്വേഷിക്കുക, പരീക്ഷിക്കുക. ഒരുപക്ഷെ ICSE അല്ലെങ്കിൽ CBSE പോലെയുള്ള സിലബസുകളിൽ പഠിക്കുന്നവർക്ക് സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്നവരെക്കാൾ പഠനഭാരമുണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ A+ ഒരുപക്ഷെ വാരിക്കൂട്ടാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ ഈ ഫുൾ A+ കൊണ്ടൊക്കെ കേരള സിലബസിൽ പഠിച്ചവർക്ക് എന്ത് നേട്ടമുണ്ട്? അല്ലെങ്കിൽ A+ഉം മാർക്കും നോക്കിയാണോ നമ്മുടെ ഉന്നത പഠന കലാലയങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നത്? എല്ലാവരും സ്വതന്ത്രമായി പരീക്ഷ നടത്തുകയാണ്. എന്നിരിക്കെ ഈ മാർക്ക് കൊണ്ട് എന്തുണ്ട് ഗുണം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷം മുതൽ CBSE ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും അതിന്റെ സിലബസ് നൽകുന്നുണ്ട്.
മലയാളികൾക്ക് CBSEയുടെ മലയാളം ബുക്കുകളും ലഭ്യമാണ്. നാളിതുവരെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു CBSE. ഇനി മുതൽ CBSEയുടെ ഇംഗ്ലീഷ് പുസ്തകം പോലെ ഹിന്ദി പുസ്തകം പോലെ എല്ലാ ബുക്കുകളും മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം ലഭ്യമാണ്. സത്യത്തിൽ നിലവാരമുള്ള പഠനം എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. സമത്വവും നീതിയും അവകാശം എന്ന പോലെ. അതുകൊണ്ട് ഈ വിവേചന വിദ്യാഭ്യാസ നയം ഒഴിവാക്കി എല്ലാവർക്കും ഒരേ നിലവാരമുള്ള തുല്യ പരിഗണനയുള്ള വിദ്യാഭ്യാസം നൽകാനാണ് നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ രണ്ട് ലോക നിലവാരത്തോട് അല്പമെങ്കിലും കിടപിടിക്കുന്ന രണ്ട് സിലബസുകളാണല്ലോ CBSEയും ICSEയും. നമ്മുടെ സെൻട്രൽ എക്സാമുകളെല്ലാം പ്രവേശന പരീക്ഷകളെല്ലാം CBSEയെ മാനദണ്ഡമാക്കിയാണെങ്കിലും ആഗോള നിലവാരത്തോട് കൂടുതൽ കിടപിടിക്കുന്നത് ICSE സിലബസാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രവേശനം നേടാൻ. അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഇന്ത്യയുടെ CBSE സിലബസ് ആണ്. അതിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കണം. അതല്ല നിങ്ങൾ വിദേശത്താണ് ഡിഗ്രി ചെയ്യുന്നത്, നിങ്ങൾ ഗ്രാജുവേഷൻ ആവശ്യപ്പെടുന്നത് വിദേശ സർവകലാശാലകളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സിലബസ് ഇന്ത്യയുടെ ICSE സിലബസ് ആണ്. എന്തായാലും ഇന്ത്യയിലെ ഈ വിദ്യാഭ്യാസപരമായ വിവേചനം അവസാനിപ്പിക്കാൻ എല്ലാ സ്റ്റേറ്റ് സിലബസുകളും അവസാനിപ്പിച്ച് പകരം ഇന്ത്യക്ക് ഒരു ഏകീകൃത ഗവൺമെന്റ് സിലബസ് എന്ന നിലക്ക് CBSE സിലബസ് ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരികയാണ് ഏറ്റവും നല്ല നയം. കേരള ഗവൺമെന്റിന്റെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും CBSE സിലബസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പഠിപ്പിക്കാം. ഇത്തരം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മുടെ കേരള സിലബസ്, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ലോകോത്തര സിലബസ് ആണ്, ഏറ്റവും മികച്ചതാണ് എന്ന മഹാവചനം 1000 വട്ടം ജപിച്ചത് കൊണ്ടൊന്നും സിലബസ് മെച്ചപ്പെടുകയില്ല. നമ്മുടെ സ്കൂൾ സംവിധാനം തന്നെ ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ഫിൻലാൻഡിലും നോർവേയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെയുള്ള സംവിധാനം നമുക്ക് മാതൃകയാണ്. നിലവിൽ IITകളിലും NITകളിലും എയിംസുകളിലുമൊക്കെ അഡ്മിഷൻ നേടുന്ന, അതുപോലെ ഐസറുകളിലും മറ്റുമൊക്കെ പ്രവേശനം നേടുന്ന മലയാളികൾ 90% CBSE ICSE പോലെയുള്ള സിലബസുകളിൽ സ്കൂൾ പഠിച്ചവരാണ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നത്? അവിടെയാണ് നാം എല്ലാം CBSE സിലബസിലേക്ക് സംസ്ഥാന വ്യാപകമായി മാറേണ്ട അനിവാര്യത ബോധ്യപ്പെടുന്നത്. നീതിയും സമത്വവും പ്രതിജ്ഞ ചെയ്ത് ഇരിക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ നല്ല നിലവാരമുള്ള സിലബസും നിലവാരമുള്ള കലാലയവും തന്നെ തിരഞ്ഞെടുക്കണം. CBSEയുടെ മലയാളം വേഴ്സണിൽ വന്നാലും അത് സംസ്ഥാനം ഒരുപക്ഷെ ഏറ്റെടുക്കണമെന്നില്ല. നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനത്തിന്റെ സ്വന്തം സിലബസുമായി മുന്നോട്ട് പോകും. പക്ഷെ ചിലരുണ്ട്, കുട്ടികളെ നല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്വകാര്യ സ്കൂൾ എന്ന നിലക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സിലബസിൽ തന്നെ പ്രൈവറ്റായി അല്ലെങ്കിൽ അൺഎയ്ഡഡായി പഠിപ്പിക്കുന്ന സ്വഭാവം തീർത്തും വിഡ്ഢിത്തമാണ്. പണം നൽകി ഒരിക്കലും തന്നെ സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കരുത്. ചുമ്മാ സൗജന്യം കിട്ടിയതും സ്വീകരിക്കേണ്ടാത്ത വിദ്യാഭ്യാസമാണത്. കാരണം ഈ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ പിറകോട്ട് വലിക്കുന്ന സംവിധാനം. സത്യത്തിൽ ഇങ്ങനെ പിറകോട്ട് വലിക്കുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഇന്ത്യയിലെ നിലവിലുള്ള ഏത് വൻകിട കോച്ചിങ് സെന്ററുകളിലും അന്വേഷിക്കാം. കേന്ദ്രീയ പ്രവേശന പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. അതുകൊണ്ട് പണം കൊടുത്ത് മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് CBSE അല്ലെങ്കിൽ ICSE തുടങ്ങിയ സിലബസുകളിൽ തന്നെയാകണം.